മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ വീണ്ടും ഒരു അറസ്റ്റിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നു പി.സി. ജോർജിന് മുന്നിൽ. പോലീസ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. പി.സി. ജോർജിനെ തപ്പി പോലീസ് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അറസ്റ്റിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇപ്പോൾ ഒളിവിൽ പോയി എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പോലീസ് അന്വേഷിച്ചിട്ടും പി.സിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വാർത്ത. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പി.സി. ജോർജിന് ഒരു സമൻസ് നൽകാൻ പോലീസ് സംഘം, ഈരാറ്റുപേട്ടയിലെ പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ പോലീസിന് പി.സിക്ക് നേരിട്ട് ഈ നോട്ടീസ് കൈമാറാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പി.സി വീട്ടിലില്ല എന്നാണ് വീട്ടിൽ നിന്ന് ലഭിച്ച വിവരം. പി.സി. ജോർജ് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ മകൻ ഷോൺ ജോർജാണ് ഈ നോട്ടീസ് കൈപ്പറ്റിയത്. തൊട്ടുപിറകെ പി.സി. ജോർജ് എവിടെയെന്നുള്ള അന്വേഷണത്തിലായി പോലീസ്. പി.സിയെ തേടി വീട്ടിലെത്തിയ പോലീസിന് 2 തവണയും പി.സിയെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി എന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചത്. മുൻ എം.എൽ.എയുടെ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തു പോയത്. എന്നാൽ എവിടേക്ക് പോയി എന്നതിൽ വ്യക്തമായ സൂചനയുമില്ല. പി.സിയുടെ അറസ്റ്റ് വൈകുന്ന സാഹചര്യത്തിൽ SDPI ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് അടക്കം മാർച്ച് നടത്തിയതും വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചതുമൊക്കെ തന്നെ വാർത്തയായി മാറിയിരുന്നു. വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് പി.സിയുടെ അറസ്റ്റിന് മേലുണ്ടാകുന്നത്. അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. ചാനൽ ചർച്ചയ്ക്കിടയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളിയിരുന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് അബദ്ധം പറ്റിയെന്നാണ് പി.സി. ജോർജ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്നാൽ നിരന്തരം ഇതുപോലെ അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണല്ലോ പി.സിക്ക് സംഭവിക്കുന്നതാണ് ഹൈക്കോടതി ചോദിച്ചത്. നേരത്തെയും പി.സിക്കെതിരെ തിരുവനന്തപുരത്ത് സമാനമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് ജാമ്യത്തിലിറങ്ങിയ പി.സി വീണ്ടും ഈ കുറ്റം ആവർത്തിച്ചത് ഒരു ഗുരുതര വിഷയമായി തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നും ഇതേറെ ഗൗരവമുള്ള വിഷയമാണെന്നും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയതെന്നാണ് പി.സിയുടെ വാദം. ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നത് ഇതിനൊരു ന്യായീകരണമായി നോക്കിക്കാണാൻ കഴിയില്ല. സമാനമായ കേസിൽ നേരത്തെ ജാമ്യം നൽകിയപ്പോൾ പ്രസ്താവനകളിൽ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഓർമ്മിപ്പിച്ചത്. പക്ഷേ ഉത്തരവുകൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് പി.സി മുന്നോട്ട് പോകുന്നുവെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാക്കാൽ പറഞ്ഞത്. ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പി.സി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി നിരുപാധികം തള്ളുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജനുവരി 6-ാം തീയതി നടന്ന ചാനൽ ചർച്ചയിൽ പി.സി ജോർജ് പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും അദ്ദേഹം ചർച്ചയിലൂടെ ആരോപിച്ചു.